എല്ലാവർക്കും ബിജാനപൂർ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ബാംഗ്ലൂരിൽ നിന്നും നമ്മുടെ മലപ്പുറത്തേക്കാണ്. PK ട്രാവൽസിന്റെ അശ്വലൈലൻഡ് വൈക്കിംഗ് ചേസിൽ ബാംഗ്ലൂരിലെ ദാമോദർ കോച്ച് കിടിലൻ ലുക്കിൽ ബിൽഡ് ചെയ്തിറക്കിയിട്ടുള്ള പുത്തൻ പുതിയ ബസ്സിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് PK ട്രാവൽസ് അവരുടെ മലപ്പുറം ജില്ലയിലേക്കുള്ള സർവീസുമായിട്ട് വരുന്നത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ നമുക്ക് ആദ്യം ബസ് ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം, അതിനുശേഷം യാത്രയിലേക്ക് കിടക്കാം. PK ട്രാവൽസിൻ്റെ പാർക്കിംഗ് വരുന്നത് നമ്മുടെ ഇലക്ട്രോണിക് സിറ്റിക്ക് അടുത്താണ്. ഇവിടെ ആയിട്ട് ഗോൾഡൻ്റെ ഒരു ചെറുപുഴ ബസ് ഇറപ്പുണ്ട്, അവിടെ ആയിട്ട് പയ്യന്നൂർ ബസ് ഇറപ്പുണ്ട് ഗോൾഡൻ്റെ തന്നെ. അപ്പുറത്ത് കൽപ്പകയുടെ ബസ് ഇറക്കണം കാണാം. ഇവിടെ ആയിട്ട് PK ട്രാവൽസിൻ്റെ തന്നെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള കപ്പല്ല ലുക്കിലുള്ള ബസ് ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ കൂടെയാണ് നമ്മുടെ പുത്തൻ പുതിയ PK ട്രാവൽസിൻ്റെ ദാമോദർ കോച്ച് ബിൽഡ് ചെയ്തിട്ടുള്ള ബസ് ഇറക്കുന്നത്. വണ്ടി അശ്വലൈലൻഡ് വൈക്കിംഗ് 13.5 അല്ല, 12 മീറ്റർ അല്ല, 10.5 മീറ്റർ ചേസിലുള്ള വണ്ടിയാണ്. ഇതിൻ്റെ സൈഡ് പോർഷൻ ലുക്കിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ആദ്യം നമ്മുടെ കണ്ണിൽ ഉടക്കണത് ഇതിൻ്റെ ഒരു ലിവറി ഡിസൈനിങ് ആണ്. എന്താ ഭംഗിയില്ലേ! ആ റെഡ് ബ്ലാക്ക് വൈറ്റ് കോംബോയിൽ ചെയ്തിരിക്കുന്ന ലിവറി കിടിലനായിട്ടുണ്ട്. ദാമോദർ കോച്ച് ഇറക്കിയിട്ടുള്ളത് ഏറ്റവും വ്യത്യസ്തമായിട്ടൊരു ലുക്കാണ് ഇതിൻ്റെ ബാക്ക് ലുക്ക് എന്ന് പറയുന്നത്. ഇവിടുന്ന് ഈ ബമ്പറിന്ന് ഇങ്ങനെ പോകുന്ന വൈറ്റിങ് ഇങ്ങനെ കയറിയിട്ടുണ്ടോ, ഈ ഗ്ലാസിൻ്റെ അവിടെ വെച്ചിട്ട് ബെൻഡായിട്ട് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നേരെ ആ കോർണറിലേക്ക് പോയേക്കാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ വണ്ടിയുടെ ലൈറ്റിങ് നോക്കിയാൽ റെഡ് കർട്ടൻസാണ്, അതിൻ്റെ മുകളിൽ യെല്ലോ സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ബെർത്തിൻ്റെ ഡെക്കിലും കാണാം. അതുപോലെ ഏറ്റവും ടോപ്പിൽ നോക്കിയ ഒരു ബ്ലൂ ലൈന് സ്ട്രിപ്പ് ലൈറ്റ് ഇവിടെ തൊട്ട് അങ്ങ് എൻഡ് വരെ ഒരു ബ്ലൂ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. സോ ഇതാണ് ഗൈസ് ഇതിൻ്റെ ക്യാബിൻ വരുന്നത്. മുകളിലായിട്ട് കോഡ്രൈവർക്കുള്ള ബെർത്തും അതുപോലെ കുറച്ച് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിൽ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. സീറ്റർ കം സ്ലീപ്പറാണ് വണ്ടി. ടോട്ടൽ 28 പുഷ് ബാക്ക് സീറ്റുകളും 15 ബെർത്തുകളാണ് ഇതിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതാണ് സീറ്റിൻ്റെ കംഫർട്ട് വരുന്നത്. 3 ആംറസ്റ്റ് ഉണ്ട്. ചാർജിങ് പോർട്സ് ഇവിടെ സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. ബെർത്തിൻ്റെ ലുക്ക് കൂടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കാം. പ്ലഗ് പോയിൻ്റാണ്, മൊബൈൽ ഹോൾഡർ, ബാക്ക് സപ്പോർട്ട്, ബ്ലാങ്കറ്റ്സ് കാര്യങ്ങൾ, മുകളിലുള്ള റീഡിങ് ലാംപ്സ്, AC വെൻ്റ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ ആയിട്ട് ഇവിടെ ലഗേജ് വെക്കാനുള്ള ബെർത്തും സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോർ പോർഷനും നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. PK ട്രാവൽസിൻ്റെ നിലവിലെ ഉടമയായിരിക്കുന്ന കണ്ണൂർ സ്വദേശി ശ്രീ പർവേഷിൻ്റെ പിതാവാണ് 1988 PK ട്രാവൽസ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. 1988 ആയതുകൊണ്ട് തന്നെ ഞാനും PK ട്രാവൽസും സമപ്രായക്കാരാണ്. തുടക്കകാലത്ത് PK ട്രാവൽസിന് മലപ്പുറം ജില്ലയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് നൈറ്റ് സർവീസ് ഉണ്ടായിരുന്നു. ഇത് PK ട്രാവൽസിൻ്റെ രണ്ടാം വരവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിലവിൽ കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് AC-യും അതുപോലെ നോൺ AC-യുമായിട്ട് 2 സർവീസുകളും, പയ്യന്നൂരിൽ നിന്നും AC-യും നോൺ AC-യുമായിട്ട് 2 സർവീസുകളും, കോഴിക്കോട് നിന്ന് 3 സർവീസുകളും, കുറ്റിയാടിയിൽ നിന്ന് 1 സർവീസുമാണ് ഉള്ളത്. അതിൻ്റെ കൂട്ടത്തിലാണ് മലപ്പുറത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പുതിയതായിട്ട് അവരുടെ പഴയ പാതയിലേക്ക് വീണ്ടും അവർ സർവീസ് ആരംഭിക്കുന്നത്. ബാംഗ്ലൂർ മടിവാളയിൽ നിന്ന് രാത്രി 8 മണിക്കും കലാശിപ്പാളയത്ത് നിന്ന് രാത്രി 9:30-നുമാണ് PK ട്രാവൽസിൻ്റെ മലപ്പുറം ബസ് പുറപ്പെടുന്നത്. മലപ്പുറത്ത് രാവിലെ 6:45 നമ്മൾ എത്തിച്ചേരും. മലപ്പുറത്ത് നിന്നും വൈകുന്നേരം 7:30 പുറപ്പെടുന്ന ബസ് രാവിലെ 6 മണിയോടുകൂടി കലാശിപ്പാളയം ഓഫീസിനടുത്ത് എത്തുന്നതാണ്. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ബോർഡിങ് മടിവാളയിൽ നിന്നാണ്. ഇതിനു മുമ്പുള്ള ഫുള്ള് ബോർഡിങ് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ.
വണ്ടി വന്നോ ഇല്ലല്ലോ എവിടെ വണ്ടി നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരഥികളെ പരിചയപ്പെടാം. ബ്രോ പേര്? മുസ്തഫ. വീടെ കണ്ണൂരാണ്. PK ട്രാവൽസിൽ എത്രയായി ഈ സർവീസിൽ? കുറച്ചായി. ഓക്കെ, അപ്പൊ നമുക്ക് കോ ഡ്രൈവറോട് പരിചയപ്പെടാം. ഇതിപ്പോ പേര്? ഷാജഹാൻ. വീട്? കോഴിക്കോട് താമരശ്ശേരി അല്ലേ? PK ട്രാവൽസിൽ കുറെ ആയോ? 2 വർഷമായി. 2 വർഷമായി അല്ലേ? ഓക്കെ. PK ട്രാവൽസിന്റെ കലാശിപ്പാളത്തെ മെയിൻ ഓഫീസ് എന്നത് ഇവിടെയാണ്. ബുക്കിംഗ് ഓഫീസിന്റെ തൊട്ടടുത്തന്നായിട്ടാണ് PKയുടെ പാർസൽ സർവീസ് ഉള്ളത് കേട്ടോ. കലാശിപ്പാളത്താണ്. കലാശിപ്പാളത്ത് നിന്ന് 9:30 നമ്മുടെ മലപ്പുറം ബസ് സ്റ്റാർട്ട് ചെയ്യണത്. നെക്സ്റ്റ് ബോർഡിങ് സാറ്റലൈറ്റ്. ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷം മൈസൂർ സിറ്റി ടച്ച് ചെയ്യാതെ ഹുൻസൂര്, ഗോണിക്കൊപ്പ, കുട്ട, തോൽപ്പെട്ടി, മാനന്തവാടി, കൽപ്പറ്റ, താമരശ്ശേരി, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കുറ്റിക്കാട്ടൂർ, മാവൂർ, എടവണ്ണപ്പാറ, കൊണ്ടോട്ടി, വെള്ളാമ്പ്രം വഴി മഞ്ചേരി, അതിനുശേഷം നേരെ മലപ്പുറത്തേക്ക് എത്തുന്നതാണ്. റിംഗ് റോഡ് വഴി കയറി നമ്മൾ നേരെ എത്തുന്നത് മംഗലാപുരം മൈസൂർ റോഡിലേക്കാണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ മൈസൂർ സിറ്റിയിലേക്ക് എത്തിച്ചേരാം. ലെഫ്റ്റ് മൈസൂർ സിറ്റി. PK ട്രാവൽസിൻ്റെ വാഷ്റൂം ബ്രേക്ക് വരുന്നത് വെടികരയുള്ള ഈ ജനത റെസ്റ്റോറൻറ്റിലാണ്. കലാശിപ്പാളയത്ത് നിന്ന് 9:30 എടുക്കുന്നത് കൊണ്ട് തന്നെ ദയവായിട്ട് നിങ്ങൾ കഴിച്ചിട്ട് കയറുക. 20 മിനിറ്റിൽ കൂടുതൽ സമയം എടുക്കാതെ ഇരിക്കുക.
അടുത്ത ഡ്രോപ്പ് ഓഫ് മാനന്തവാടി. അടുത്ത ഡ്രോപ്പ് ഓഫ് കൽപ്പറ്റ. കോഴിക്കോട് ബാംഗ്ലൂർ ബസ്സുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് കിട്ടുന്നൊരു സ്പോട്ടാണ് നമ്മുടെ വയനാട് ചുരം. സ്ഥിരം ഇവിടെ നിന്ന് ബ്ലോക്കിൽ കിടക്കാറാണ് പതിവെന്നാണ് ക്രൂ പറഞ്ഞത്. എന്തായാലും നമ്മളെ യാത്ര ചെയ്യുന്ന ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് താഴെ എത്തി. അടുത്ത ഡ്രോപ്പ് താമരശ്ശേരി. പിന്നെ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു യാത്ര സുഖം നന്നായിട്ടുണ്ട്. ഓക്കെ. പേര് പറഞ്ഞ ഷജീർ. ഷജീർ മലപ്പുറം അല്ലേ? ഞാൻ കോഴിക്കോട്. പേര് വർഷമാണ്. യാത്രയൊക്കെ അടിപൊളിയാണ്. ബർത്തൊക്കെ സൂപ്പറാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല സർവീസാണ്, നല്ല സാറിനാണ്, അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി യാത്ര തന്നെ ആദ്യമുള്ള യാത്രക്കാരൻ അല്ലാതെ തന്നെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ്. കൂടുതൽ തന്നെയാണ് പോക്ക്. ഇത് പുതിയൊരു സർവീസ് ആണല്ലോ അല്ലേ? സർവീസ് കുഴപ്പമില്ല, അടിപൊളി. പി കെ ട്രാവൽസിൻ്റെ കോഴിക്കോട് ഓഫീസ് വരുന്നത് പാളയത്താണ്. അതാണ് നമ്മുടെ ഡ്രോപ്പ് ഓഫും പിക്കപ്പൊക്കെ ഉള്ളത്. പാളയം പി കെ ട്രാവൽസിൻ്റെ ഓഫീസിൻ്റെ അവിടെയാണ്. ടൗൺ. പൗലോസ്. മെയിൻ ഡ്രോപ്പ് ഓഫ് കൊണ്ടോട്ടി. അങ്ങോട്ട് പറ്റിയ ബസ് ഉണ്ടല്ലോ സ്റ്റാൻഡിക്ക്. ആ അത് വർദ്ധിക്കാം.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുന്നു. PK ട്രാവൽസിന്റെ ബാംഗ്ലൂര് മടിവാള ടൈം രാത്രി 8 മണിക്കാണ്. കലാശിപ്പാല ടൈം രാത്രി 9:30 അതുപോലെ തിരിച്ച് മലപ്പുറത്ത് നിന്ന് സ്റ്റാർട്ടിങ് ടൈം 7:30 വൈകുന്നേരം. അപ്പോൾ എല്ലാവരും മാക്സിമം PK ട്രാവൽസിൽ യാത്ര ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അവരുടെ പഴയ സർവീസിലേക്ക് അവർ പുതിയ ബസ്സുമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ പുതിയ യാത്രകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. വെൽക്കം ബൈ ഫ്രം നിലമ്പൂർ.